3 കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിന് നല്ല സ്കോർ ഉണ്ടാവും. ഹായ്, ഐ എം റഹ്മത്ത് ബീബി, ഫോർത്ത് ഇയർ MBBS സ്റ്റുഡന്റ്, ഉസ്ബെക്കിസ്ഥാൻ. ഒന്ന്, നിങ്ങൾ ഇതുവരെ പഠിച്ചത് എന്താണോ അത് നിങ്ങൾ പക്കയാക്കുക. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്. ഇനി അയ്യോ എനിക്കൊരു 5-6 ചാപ്റ്റേഴ്സ് ഉണ്ട്, അതോടെ പഠിച്ചാലേ എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എക്സാമിന് പോകുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയൊന്നും തിരിയരുത്. ഇനി നിങ്ങൾ പുതിയതായിട്ടൊന്ന് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പഴയത് പഠിച്ചത് എന്താണോ അത് റിവൈസ് ചെയ്യാൻ ചാൻസസ് കുറയുമാണ്. പുതിയത് പഠിച്ചത് കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്താണോ പഠിച്ചത് അത് പക്കയാക്കി റിവൈസ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുക. 2, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും അത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അത് ഒന്നുകൂടി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ്, നിങ്ങൾ എവിടെയാണോ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾ മറന്നു പോകുന്നത്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി റിവൈസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന മിസ്റ്റേക്സ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു റിപ്പീറ്റഡ് ഇന്റർവെല്ലിന് അത് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തായാലും കോൺഫിഡൻസ് ഉണ്ടാവും, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓൾമോസ്റ്റ് ഒരേ രീതിയിലുള്ള പാറ്റേൺസും കാര്യങ്ങളും ഒക്കെയാണ് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു എനർജി കിട്ടും. ഓക്കെ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. 3, നിങ്ങൾ ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ കോച്ചിങ് സെന്റേഴ്സും ഗ്രാൻഡ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ആ നീറ്റിന്റെ അതേ സമയം തന്നെ എക്സാം എഴുതാൻ ശ്രമിക്കുക. അതും OMRൽ തന്നെ ചെയ്ത് പഠിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും, എങ്ങനെയാണ് OMRൽ ആ സമയം നമ്മൾ ബബിൾ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും, എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ബബിൾ ചെയ്യണം, ആ ഒരു സമയം പാനിക് ആവാണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് നോക്കാം, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ആ ഗ്രാൻഡ് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ തന്നെ അത് അനലൈസ് ചെയ്യുക. ഞാൻ എവിടെയൊക്കെ മിസ്റ്റേക്സ് വരുത്തി, എത്ര സമയം എടുത്തു എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വന്ന മിസ്റ്റേക്സ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് എക്സാമിന് തലേന്നോ എക്സാമിന് കയറുന്നതിന് കുറച്ച് മുന്നേ ഒക്കെ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ കൂടുതൽ പാനിക് ആവാതിരിക്കുക. നമ്മൾ ഒരുപാട് ടെൻഷൻ ആകുമ്പോഴും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പഠിച്ചതും കൂടെ മറന്നു പോകുന്നത്. ഇത് നമുക്കുള്ള നീറ്റാണ് എന്നങ്ങ് ഉറപ്പിക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കൂളായിട്ട് നിന്നാൽ ഈ എക്സാം നമുക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. സോ ബി കൂൾ. ആൻഡ് ഇതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങളുടെ റിസൾട്ട് എന്താവുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.